ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ 7ാം ക്ലാസ്സിൻ്റെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മാറിയിട്ടുണ്ട്, നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ടൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ടൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ദെൻ ആക്ടിവിറ്റി 1 റീഡിങ് കംപ്രഹെൻഷൻ. എന്താണ്, ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ പാരഗ്രാഫ് വായിച്ചിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് ആൻസർ കണ്ടുപിടിച്ച് നോക്കാം. Once there lived a greedy man in a small town. He was very rich and he loved gold very much. But he loved his daughter more than anything. One day he met a fairy whose hair was caught in the branches of a tree. He helped her out and fairy was joyful. She requested him to ask a wish. He said, "I wish all that I touched should turn to gold." And his wish was granted by the grateful fairy. On the way home, he touched many things and turned them into gold. When he reached home, his little daughter rushed to greet him. He bent down and took her up in her arms. Suddenly, she turned into a golden statue. He was shocked and cried aloud. He realized his foolishness and spent the rest of ഹിസ് ഡേ സെർച്ചിങ് ഫോർ ദ ഫെയറി ടു ടേക്ക് അവേ ഹിസ് വിഷ്. അപ്പോൾ എന്താണ്, ഒരു സ്റ്റോറിയാണ്, ഒരു ഗ്രീഡി മാൻ്റെ സ്റ്റോറിയാണ്. അയാൾക്ക് അയാളുടെ ഡോട്ടറെ നല്ല ഇഷ്ടമാണ്. ഒരു ദിവസം അയാളൊരു ഫെയറീനെ കണ്ടപ്പോൾ ഒരു വിഷ് ചോദിച്ചു. എന്താണ്, തൊടുന്നതൊക്കെ സ്വർണ്ണമാക്കണം. കാരണം എന്താ, ഇയാളൊരു ഗ്രീഡി മാനാണ്. എന്നിട്ട് എന്താ, ഇയാൾ വീട്ടിൽ പോയിട്ട് ഇയാളുടെ മോളെ തൊട്ടപ്പോൾ എന്തുണ്ടായി, ഇയാളുടെ മകളിനെ ഇയാൾക്ക് വളരെ ഇഷ്ടമാണ്. ഇയാളുടെ മകൾ സ്വർണ്ണമായി മാറി. അപ്പോൾ പിന്നീടുള്ള കാലം എന്താണ്, ഈ വിഷ് കൊടുത്ത ഫെയറീനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം. Then first question, write a suitable title to the story. ഈ സ്റ്റോറിക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, ഗോൾഡൻ ടച്ച് എന്ന് കൊടുക്കാം. പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദി സ്റ്റോറി വിച്ച് മീൻസ് ആസ്ക്ഡ് ഹംബ്ലി. നല്ല താഴ്മയായി ചോദിച്ചു എന്ന് വരുന്ന വേർഡ് ഏതാണ്, റിക്വസ്റ്റഡ് ആണ്. വൈ വാസ് ദ മാൻ ഷോക്ക്ഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാൻ ഷോക്കായി പോയത്, എന്താണ്, വെൻ ഹി ടച്ച്ഡ് ഹിസ് ഡോട്ടർ ഷീ ബിക്കെയിം എ ഗോൾഡൻ സ്റ്റാച്യു. അപ്പോൾ എന്താണ്, ആ ഡോട്ടർ തൊട്ടപ്പോൾ ആ ഡോട്ടർ എന്തായി മാറി, ഒരു ഗോൾഡൻ സ്റ്റാച്യു ആയിട്ട് മാറി. ഈ നാലാമത്തെ, ഐഡൻറ്റിഫൈ ദ വേർഡ് വിച്ച് ഡിസ്ക്രൈബ്സ് ദ ഫെയറി. ഫെയറീനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ് ഏതാണ്, ഗ്രേറ്റ്ഫുൾ ഫെയറി. വാട്ട് മെസ്സേജ് ഡു യു ഗെറ്റ് ഫ്രം ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് എന്ത് മെസ്സേജാണ് കിട്ടുക, എന്താണ്, ഗ്രീഡ് ബ്രിങ്സ് ലോസസ് ടു ഇൻ ദ ലൈഫ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Activity 2 letter. You have read and enjoyed the story A Doll's Journey. There were numerous letters that Kafka wrote to the girl pretending to be the doll. The girl has decided to write a reply to the doll. Prepare a letter. അപ്പോൾ എന്താണ്, നമ്മൾ ഡോൾ ജേർണി എന്ന് പറയുന്ന സ്റ്റോറി നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെ എന്താ, there were numerous letters that Kafka wrote to the girl. അപ്പോൾ കാഫ്ക ഡോളിന് ഇത് ഒരുപാട് ലെറ്റർ ഉണ്ട്. ദ ഗേൾ ഹാസ് ഡിസൈഡഡ് ടു റൈറ്റ് എ റിപ്ലൈ ടു ദ ഡോൾ. അപ്പോൾ എന്താണ്, ആ ഗേൾ എന്ത് വിചാരിച്ചു, ഒരു റിപ്ലൈ ലെറ്റർ അയക്കാമെന്ന് വിചാരിച്ചു. പ്രിപ്പയർ എ ലെറ്റർ. അപ്പോൾ നമുക്ക് ആ ലെറ്റർ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. Dear doll, I was so thrilled to receive your letters. I couldn't believe that you were writing to me from all the amazing places you have been. I felt like I was right there with you on your adventures. I'm so glad you are having a wonderful time traveling and meet you people. I have missed you so much since you left, but knowing you are happy makes me happy too. Please keep writing to me and telling me all about your journey. I can't wait to hear what happened next. With love. അങ്ങനെ പറഞ്ഞിട്ട് ആ ലെറ്റർ അങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ലെറ്റർ എനിക്ക് കിട്ടി, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ലൈഫിലെ എല്ലാ കാര്യവും എന്നോട് ഇതുപോലെ പറയണം, ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്, ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലെറ്റർ അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ.
ഇനി എന്താ ആക്ടിവിറ്റി 3 കോൺവെർസേഷൻ ആണ്. റിക്കി couldn't find his t-shirt and football. He searched everywhere. At last he told to his mother about it. Prepare a likely conversation between Ricky and his mother. അപ്പോൾ എന്താണ്, റിക്കി ഒരുപാട് സ്ഥലത്ത് യൂണിഫോം ഡ്രസ്സും ടീഷർട്ടും ഫുട്ബോളും ഒക്കെ നോക്കി, പക്ഷെ റിക്കിക്ക് കിട്ടിയില്ല. അപ്പോൾ റിക്കി വീട്ടിലത്തെ കാര്യമൊക്കെ അമ്മനോട് പറയാണ്. അപ്പോൾ അമ്മനോട് പറയുന്ന ഒരു കോൺവെർസേഷൻ തയ്യാറാക്കി നോക്കാം. Ricky, Mom, I can't find my favorite t-shirt. Anyone, I have looked everyone. അപ്പോൾ എന്താണ്, എനിക്ക് എൻ്റെ ടീഷർട്ട് കാണാനില്ല. Mother, okay, let's think, when was the last time you wore it? അപ്പോൾ നീ ലാസ്റ്റ് ടൈം എപ്പോഴാണ് ഇട്ടെന്ന് ആലോചിച്ച് നോക്കുന്നു പറയാണ്. I think it was yesterday. അപ്പോൾ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇന്നലെയാണ്. I wore it to play with my friends. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി ഞാനത് ഇട്ടു. Did you take it off when you came home? അപ്പോൾ അത് വീട്ടിലേക്ക് വന്നപ്പോൾ എവിടെയാണ് ഇട്ടത്? ഐ തിങ്ക് ഐ ലെഫ്റ്റ് ഇൻ ദ ലിവിങ് റൂമിലാണെന്ന് തോന്നുന്നു എന്ന് റിക്കി പറയാണ്. ലെറ്റ്സ് ഗോ ചെക്ക് ദ ലിവിങ് റൂം ആൻഡ് സീ ഇഫ് ഇറ്റ് ഈസ് ദർ. അപ്പോൾ എന്താണ്, നമുക്ക് ലിവിങ് റൂമിൽ പോയിട്ട് അത് അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്ന് പറയാണ് റിക്കി. ഓൾറെഡി ചെക്ക്ഡ് മോം, ഇറ്റ് ഈസ് നോട്ട് ദർ. അപ്പോൾ ഞാൻ ഓൾറെഡി നോക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ കോൺവെർസേഷൻ അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ഇനി ആക്ടിവിറ്റി 4 കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ കുറച്ച് ഈവൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ വായിച്ച് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ടുള്ളത് ആദ്യം ഏത് വരും? റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. ഇനി രണ്ടാമത്തെ റിക്കി സെർച്ചസ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. ഇനി മൂന്നാമത്തെ Ricky complains to his parents about the butler robot. In 4, Ricky becomes ashamed of how he treated his belongings. ഇനി അഞ്ചാമത്തെ എന്ത് വരും? Ricky starts taking better care of his things. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5. ഇനി ആക്ടിവിറ്റി 5 എഡിറ്റ് ദ ഫോളോയിങ് പാസേജ് ആണ്. മൈ ഐഡിയ വാസ് ടു ഡ്രോ ഔട്ട് $6 ഓഫ് ഇറ്റ് ഫോർ ദ പ്രസൻറ്റ് യൂസ്. സംവണ്ണിൽ എന്താ, സംവണ്ണിൻ്റെ എസ് എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അപ്പോൾ അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. ഗേവ് മീ എ ചെക്ക് ബുക്ക് ബൈ എ ലിറ്റിൽ വിൻഡോ. ബൈ അല്ല വരിക, അവിടെ എന്താ? ത്രൂ എ ലിറ്റിൽ വിൻഡോ. ആൻഡ് സംവൺ എൽസ് ബിഗെയിൻ ടെല്ലിംഗ് ടു ഹൗ അല്ല, ടെല്ലിംഗ് ഹൗ ടു റൈറ്റ് ഇറ്റ് out. The people in the bank thought that I was a millionaire. millionaireന്റെ എന്താ സ്പെല്ലിങ് തെറ്റാണ്. who had something wrong with him. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.